ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഉണ്ണി വാവ വ്ളോഗ്സ്. അപ്പൊ നമുക്കിന്ന് വലിയൊരു പാർസൽ വന്നിട്ടുണ്ട്. നമ്മളുടെ 5 വർഷത്തെ അല്ലെങ്കിൽ 4 വർഷത്തെ കോണ്ടന്റ് ക്രിയേഷൻ ജേർണിയിൽ ഇതുവരെ നമ്മൾ മേടിക്കാത്തൊരു സാധനം. എന്താണത്? റിംഗ് ലൈറ്റ്, മൈക്ക്. അതൊന്നും നമ്മൾ ഇതുവരെ മേടിച്ചിട്ടില്ലല്ലോ. എന്തുകൊണ്ടാണെന്ന് എനിക്ക് അറിയത്തില്ല. 5 years ഓഫ് കോണ്ടന്റ് ക്രിയേഷൻ ജേർണിയിൽ നമ്മൾ ഇതുവരെ ഈ 2 സാധനം മേടിച്ചിട്ടില്ല. അത് നമുക്ക് മേടിക്കാൻ പറ്റാത്തോണ്ടല്ല, പക്ഷെ അത് എന്തോ തട്ടി തിരിഞ്ഞ് 5 വർഷം കഴിഞ്ഞ് നമ്മൾ മേടിക്കണത്. സോ നമുക്കിത് അൺബോക്സ് ചെയ്യാം. ഇത് നമ്മള് പിന്നെ മേടിക്കുമ്പോ നല്ലത് നോക്കി മേടിക്കാൻ തന്നെ വിചാരിച്ചപ്പോ ഇച്ചിരി വലുത് മേടിച്ചിട്ടുണ്ട്. നമ്മൾ ഏതാ വാങ്ങിച്ചെന്ന് ഡിജിടെക്കിന്റെ കേട്ടോ വാങ്ങിച്ചേക്കുന്നത്. നല്ല റിവ്യൂ ആണ് കേട്ടോ, അപ്പൊ അതുകൊണ്ട് അത് വാങ്ങിച്ചേക്കുന്നത്. സോ ലെറ്റ്സ് അൺബോക്സ് ഇറ്റ്. ഓക്കെ. സത്യം പറയല, കുടുംബജീവിതം ഇത്രക്ക് ഇതാണെന്നുള്ളത് ഞാൻ വീണ്ടും ഞാൻ മനസ്സിലാക്കണം കേട്ടോ. എന്താ കാണാതിരിക്കുന്ന 2 കാല് താഴെ ഇല്ല, ഇതാണ്ടോ അവിടെ ഒളിച്ചു നിൽക്കുക എന്ന് ഞാൻ പറഞ്ഞില്ല. എന്നെ മാക്സിമം ഇറിറ്റേറ്റ് ചെയ്യുക. ഈ കുട്ടി ഇത്രയും വലുതായി, ഈ കുട്ടിക്ക് ഇത്രയും ഇനിയൊന്നൊരു മെച്യൂരിറ്റിയിൽ ജീവിച്ചൂടെ? ബാക്കിയുള്ളവളിലിട്ടിട്ട് ശ്വാസം മുട്ടിക്കുന്നേ. ആരെങ്കിലും വാങ്ങിച്ചു വന്ന് കൊണ്ടുപോക്കോളൂ വെറുതെ. താഴെ വെക്കടി കുട്ടി, എനിക്ക് അടുത്ത് വെക്കി. ഇത് നേരെ വെക്കി, നടുവെക്കി. ആ ഇനി മുറിക്കും ഒരു ഭാഗത്തുനിന്ന്. അതിന്റെ ഉള്ളിലുണ്ടാവും ഉണ്ണി. ശരിക്കാണോ? എനിക്ക് വയ്യ. ഇത് അതിന്റെ നല്ലൊരു പാക്കിംഗ് ആയിട്ടാട്ടോ തന്നേക്കുന്നത്. നല്ലൊരു ബാഗൊക്കെ ആയിട്ട് നമ്മള് ആൽബൊക്കെ. അതെ, ആ പെട്ടിയൊന്നും കളയണ്ട. നമുക്ക് പോകുമ്പോ സുട്ടപ്പല്ലി പോകുമ്പോ അതൊക്കെ എടുത്തു കൊണ്ടുപോവാ. അല്ല, ആ കോല് പോലുള്ള പെട്ടി. പണ്ട് മരം മുറിക്കാൻ പോണ ആൾക്കാർ കയറ് ചുറ്റും എന്നിട്ട് ഒരു തോടുകൂടെ ഇടും. അതുപോലെ ഇട്ടിട്ടാ നടക്കുന്നത്. ഇനി എന്താ വേണത്? ഇനി അതിനൊക്കെ ഒന്ന് ഫിറ്റ് ചെയ്ത് നോക്കട്ടെ, എന്നിട്ട് ലൈറ്റ് എത്തിക്ക് നോക്കട്ടെ കുട്ടി. വാക്കുട്ടി വരുമ്പോഴത്തേന് വേഗം ഇതൊക്കെ ചെയ്യാൻ പറഞ്ഞതാ. അപ്പോ ഉണ്ണി അത് ശരിയാക്കിക്കൊണ്ടിരിക്കാണ് കേട്ടോ. ഇത് ഒരുപാട് ഹൈറ്റ് ആട്ടോ. നമ്മളുടെ ഒരു സീലിങ്ങിന്റെ അത്ര ഉണ്ട് ഏകദേശം ഹൈറ്റ്. ഇത്രയൊക്കെ മുകളിൽ വെച്ചിട്ട് ആരും വീഡിയോ എടുക്കുവോ? ഫോട്ടോഷൂട്ടൊക്കെ ചെയ്യാൻ പറ്റിയ പോലെയുള്ളതാണ്. പക്ഷെ സംഭവം നല്ലതാണ് കേട്ടോ. അങ്ങനെ ആടുന്നുണ്ടോ? ഉണ്ടോ? അപ്പൊ ഇത്രയും ഹൈറ്റ് ഉണ്ട്. നമുക്ക് ആവശ്യമുള്ള ഹൈറ്റിന് ആക്കി വെച്ചാ മതി. ഓക്കെ. മാങ്ങിയും പെറുക്കി ഇടയ്ക്ക് നമുക്ക് തോട്ടി ആവശ്യം വരുമ്പോ യൂസും ചെയ്യാം. എന്തായാലും നന്നായിട്ടുണ്ട് കേട്ടാ. ഇഷ്ടയ്യോ? കൊറേ ദിവസമായി റിംഗ് ലൈറ്റ് വേണം. ഇനില്ലേ ഭാവിനൊന്ന് വിളിക്കും. സോറി മറ്റേ സ്വത്തൈന് സോറി പറയാ. അപ്പൊ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇവിടെ തുടങ്ങിയിട്ടുണ്ട് ഇപ്പൊ തന്നെ കേട്ടോ. റിംഗ് ലൈറ്റ് കിട്ടിക്കഴിഞ്ഞാൽ കുറച്ച് പ്രഹസനങ്ങൾ ഉണ്ടാവൂലോ. അങ്ങനെ ഉണ്ണി ലൈറ്റ് ഇട. എന്റെ നോക്കട്ടെ, ലൈറ്റ് ഇട്ട് നോക്കട്ടെ. ഇതാണ് അപ്പൊ സംഭവം. എന്തായാലും റിംഗ് ലൈറ്റ് ഉള്ളപ്പോഴുള്ള ക്ലാരിറ്റി ഇതാണ്. ഇത് കുറയ്ക്കടാ, കുറയ്ക്ക്, ഇനിയും കുറയ്ക്കും. ഇത്ര ക്ലാരിറ്റിയിൽ എന്തായാലും വേണ്ടല്ലോ. അത് മതി. ഇനി ഞാൻ ലൈറ്റ് ഓഫ് ചെയ്യട്ടോ. ഇവിടെ ഇതുണ്ടോ, ഇതാണുള്ള ക്ലാരിറ്റി. ഒന്നും കൂടി കുറച്ച് കറക്റ്റ് ആക്കി പോന്ന. കുറയ്ക്ക്. ഓക്കെ മതി. അപ്പോൾ റിംഗ് ലൈറ്റ് ഉണ്ടച്ച ഇങ്ങനെയാണ്, ഇല്ലച്ച ഇങ്ങനെയാണ് കേട്ടോ. 2 നല്ല വ്യത്യാസമില്ലേ? ഇപ്പോൾ എല്ലാ ഫെസിലിറ്റീസും കാണിച്ചു എന്ന് വിചാരിക്കുന്നു. നല്ല ക്ലാരിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. സംഭവം സെറ്റാണ്. നിങ്ങൾക്ക് വേണിച്ചാൽ വാങ്ങിച്ചോളൂ. ഞാൻ ലിങ്ക് കൊടുക്കാം കേട്ടോ. കാരണം എന്താ വെച്ചാൽ തന്നെ അത്യാവശ്യം റേറ്റ് ഉണ്ട് കേട്ടോ. പക്ഷെ ആ റേറ്റിനുള്ള വെർത്ത് ഉണ്ട്. നമ്മൾ കുറേ നാളായിട്ട് നല്ലൊരു റിംഗ് ലൈറ്റ് വാങ്ങിച്ചിട്ട് ഇരിക്കുകയുണ്ടായിരുന്നു. പറയല്ലാണ്ട് അതങ്ങോട്ട് നടന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഇതിനൊരു സമയം ഉണ്ടെന്ന് പറഞ്ഞ പോലെ നടന്നിട്ടുണ്ടായിരുന്നില്ല. ഇനിയിപ്പോൾ ഒരു മൈക്ക് വാങ്ങിക്കണം കേട്ടോ. നമുക്ക് മൈക്ക് ആവശ്യം വരണം നമുക്ക് പ്രൊമോഷൻ വീഡിയോ കാര്യങ്ങളൊക്കെ എടുക്കുമ്പോഴാണ്. പക്ഷെ നമ്മൾ ഇതുവരെ ഐഫോണിൽ അങ്ങനെ സൗണ്ടിന്റെ പ്രശ്നം വരാറില്ല. എന്നാ വേണേനും അങ്ങനെയാണ് കേട്ടോ. നമ്മൾ ഇതുവരെ അങ്ങനെ തന്നെ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇനിയിപ്പോൾ അതും ഒരു ഇതിലുണ്ട് കേട്ടോ. ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്.
അപ്പൊ എന്തായാലും നന്നായിട്ടുണ്ട് കേട്ടോ റിംഗ് ലൈറ്റ്. ഞാൻ ലിങ്ക് കൊടുക്കാം, നിങ്ങൾ വാങ്ങിച്ചോളൂ. കുറേ നാളുകൊണ്ട് വിചാരിക്കുന്ന ഒരു കാര്യം ഇപ്പൊ വാങ്ങിച്ചു. ലുണ്ണി, ഇനിയിപ്പോ നമുക്ക് ഷൂട്ടിനൊക്കെ ആവശ്യമുണ്ടല്ലോ, നമ്മുടെ നിധി വസ്ത്രയിലേക്കൊക്കെ ഷൂട്ട് ചെയ്യുമ്പോൾ ആവശ്യം വരുമല്ലോ, അതിനാണ് അധികം വാങ്ങിച്ചത് കേട്ടോ. ഹലോ, അപ്പൊ ഇതാണ് നമ്മളുടെ നിധി വസ്ത്രയില് നമ്മുടെ ഫസ്റ്റ് സാരി കേട്ടോ. അപ്പോ നിങ്ങൾക്ക് ഇഷ്ടമായോ ഇല്ലേന്നൊക്കെ നിങ്ങൾ കമന്റ് ചെയ്യണം. പുതിയ പുതിയ കളക്ഷൻസ് കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ നിധി വസ്ത്രം എന്തായാലും പോയി ഫോളോ ചെയ്ത് വെച്ചോളൂ കേട്ടോ. കാരണം അതിലാണ് നമ്മൾ ഫുൾ അപ്ഡേറ്റ്സും ഇടുക, ന്യൂ കളക്ഷൻസും നല്ല വെറൈറ്റി സാരീസ് ഒക്കെ അതിലായിരിക്കും ഇടുക. അപ്പൊ എന്തായാലും പോയി ഫോളോ ചെയ്ത് വെക്കുക. ഇതുവരെ തന്ന സപ്പോർട്ട് ഇനി എന്തായാലും തരണം. അപ്പൊ ഓക്കെ, ജസ്റ്റ് സാരി ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, ഇത് ഒന്ന് ജസ്റ്റ് ഒന്ന് വെയർ ചെയ്തിട്ടേ ഉള്ളൂ. കറക്റ്റ് ആയിട്ട് സ്റ്റൈലൊക്കെ ചെയ്ത് നല്ല രസമുണ്ടാവും. ഒരു ചെറിയ ചോക്കറൊക്കെ ഇട്ടിട്ട് നല്ല രസത്തിലാക്കി നല്ല രസമുണ്ടാവും. പിന്നെ അതുമല്ല, നന്നായിട്ട് ഒന്നും കൂടി നല്ല അടിപൊളിയായിട്ട് വെയർ ചെയ്താൽ ഒന്നും കൂടി നന്നായിട്ട് നിൽക്കും. ഇത് ജസ്റ്റ് ഒന്ന് നമ്മൾ വീട് കൊടുക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് വെയർ ചെയ്ത് ഉടുത്ത പോലെ ഒതുങ്ങി നിൽക്കുന്ന ഒരു തരം മെറ്റീരിയലാണ് കേട്ടോ. നല്ല അടിപൊളിയാണ്. അപ്പൊ എന്തായാലും ഉണ്ണി ഓൾ ദി ബെസ്റ്റ് ഇടാ. താങ്ക് യു. ഉണ്ണിയുടെ പേരിൽ തുടങ്ങിയാണ് വെച്ചാല് റിസ്ക് സ്ട്രെസ് ഫുള്ള് എനിക്കാണ്. ഉണ്ണി ഫ്രണ്ടിൽ ഇങ്ങനെ എന്താണ് അവള് നിധി വസ്ത്രയില് ഫൗണ്ടർ നീതു കൃഷ്ണന്ന് ഞാൻ ആലോചിച്ചേ ഇത് എങ്ങനെ ശരിയാവും എന്നുള്ളത്. അവളാണെങ്കിലും റിസ്ക് ഒക്കെ എടുക്കുന്നത് ഞാനാണല്ലോ, അപ്പൊ എങ്ങനെ അവള് ഫൗണ്ടർ? ഞാൻ വിചാരിച്ചേ ഫൗണ്ടറോ ഇതെന്താന്ന് ചോദിച്ചപ്പോ അവള് പറയണ അവൾ അങ്ങോട്ട് തിരിഞ്ഞിരിക്കുക. മക്കൾ എത്ര ഹൈറ്റിൽ എത്തുമ്പോഴും അതിന്റെ പുറകില് അവരുടെ പാരന്റ്സ് ഉണ്ടാവില്ലേ. അപ്പൊ അതുപോലെ എന്റെ ഉണ്ണി ഭാവിയും ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തട്ടെ, അത്രേ ഉള്ളൂ. അതിനൊപ്പം ഞാൻ നിൽക്കും. ഓക്കെ, അപ്പൊ എന്തായാലും ഒരുപാട് നല്ല നല്ല സാരീസ് ഒക്കെ ഇറക്കി ഞാനും വാങ്ങിക്കാം. ഓക്കെ, വാങ്ങിട്ട് വേർത്തണു ചേരാട്ടാ തുടങ്ങി. അപ്പൊ നമ്മൾ ഉണ്ണിക്കുട്ടി ജിമ്മ് കഴിഞ്ഞിട്ട് നേരെ മണിയമ്പാറ പോയിട്ട് നാളികേരവും എണ്ണയൊക്കെ ഉണ്ടിച്ചിട്ട് കുറേ ദിവസമായിട്ടോ അമ്മയച്ഛനൊക്കെ വിളിക്കണു. അവിടെ എണ്ണ ഇട്ടിട്ട് അപ്പൊ അതെടുക്കാൻ പോയതാണ്. അതിൻ്റെ ഇടയിൽ ഇവിടെ എനിക്കൊരു പണി തന്നു. എനിക്ക് പൊതുവെ എനിക്ക് കുട്ടികൾ പുറത്തു പോയി കഴിഞ്ഞാൽ വിളിച്ചെടുത്തില്ല ചേച്ചിക്ക് ബേജാറാട്ടോ, ടെൻഷനാണ്. എല്ലാവർക്കും അങ്ങനെ ആയിരിക്കും, പക്ഷെ എനിക്കിത് കൂടുതലാണ്. 1 കോൾ വിളിക്കും, 2 കോൾ വിളിക്കും. ശരി, 2 മിനിറ്റിന് കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കും. അമ്മമ്മ പറഞ്ഞോടന്ന് ഇറങ്ങിയെന്ന് കേട്ടോ. ശരി, ഇങ്ങോട്ട് എത്തേണ്ട സമയമായല്ലോ, ഇനിയിപ്പോൾ ശരി വെച്ചിട്ട് വിളിച്ചാൽ ഈ കുട്ടി എടുക്കണ്ടേ. കൂട്ടറ ഫോണ് സൈലന്റ് ആയിരുന്നു അത്രേ, കുട്ടി എടുക്കണ്ടേ. ഞാനാണെച്ചാ വിളിച്ചോണ്ടിരിക്കന്നെ ടെൻഷനായി എല്ലാം കഴിഞ്ഞു, ബേജാറായിട്ട് ഇങ്ങനെ ഇരിക്കട്ടോ. അപ്പോഴത്തെ കുറച്ച് കഴിഞ്ഞിട്ട് ചമ്മി പറഞ്ഞിട്ട് കോൾ എടുക്കണു. അപ്പോഴാണ് എന്റെ ജീവൻ നേരെ ഒന്ന് വീണത്. എന്താ ഉണ്ണി അങ്ങനെ ഈ പ്രൊമോഷൻ കോൾസ് ഒക്കെ കുറെ വരുന്നോണ്ട് അങ്ങനെ സൈലന്റ് ആക്കാറില്ല കേട്ടോ. ഇടയ്ക്ക് അവൾക്കൊരു ഇത് വരുമ്പോൾ ആക്കും ചെയ്യും. കാരണം നമ്മള് കിടന്നൊക്കെ ഉറങ്ങുമ്പോൾ ഫോൺ അടിക്കുമ്പോൾ അത് ഉറക്കമൊക്കെ നഷ്ടപ്പെടുമല്ലോ വെച്ചിട്ട്. എന്റെ സൗണ്ട് എന്താണെന്നറിയോ, എന്റെ ടപ്പ് എന്നുള്ളൊരു സൗണ്ട് ആയതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് ഇതായി ടെൻഷൻ ആവും. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും, സൈലന്റ് ആക്കി വെക്കും. കൂടുതലും സൈലന്റാ ഫോൺ. അത് ഞാൻ ഒരു ദിവസം വയലന്റ് ആവും, അതുവരെ ഉണ്ടാവും. അല്ല ഞാനും ഇടയ്ക്കാക്കി വെക്കൂട്ടാ. എന്താ പെട്ടെന്ന് ആക്കി വെക്കില്ല. കാരണം എനിക്ക് തന്നെ തോന്നും മമ്മിക്ക് രാവിലെ തുടങ്ങിയ കോൾസും കാര്യങ്ങളൊക്കെ വരും കേട്ടോ. അപ്പൊ ഞാൻ വിചാരിക്കും മമ്മിക്കൊന്ന് സൈലന്റ് ആക്കി കടന്നുകൂടെയെന്ന്. ഞാനാണെങ്കിൽ ഞാൻ എന്ത് ഇമ്പോർട്ടൻസ് കോൾ ആണെങ്കിലും ഞാൻ സൈലന്റ് ആക്കി വെക്കും. കോള് രാവിലെ തൊട്ട് ആരെ വിളിക്കുന്നു ചോദിക്കേ. മൂന്നാമത്തെ 3 വട്ടം. അയ്യോ മമ്മിക്ക് ഇങ്ങനെ കോൾസ് വരും, മമ്മിക്കൊന്ന് സൈലന്റ് ആക്കി വെച്ചുകൂടെയെന്ന്. പാവം ചാടി എടുക്കും, നോക്കും, വെക്കും. ചെലപ്പോ എടുക്കൊന്നുമില്ല, ചെലപ്പോ ഇങ്ങനെ നോക്കും. ഓക്കെ അപ്പൊ ഞാൻ ശരിക്കും എപ്പോഴെങ്കിലും സൈലന്റ് ആക്കി വെച്ചുകൂടെ. ഞാൻ എന്താ വെച്ചാ എനിക്ക് സൈലന്റ് ആയി കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും അത്യാവശ്യ കോളാണ് വെച്ചാൽ അത് ബുദ്ധിമുട്ടല്ലേ. ചേച്ചിമാരെന്നെയാണ് രാവിലെ തുടങ്ങി വിളിക്കുക. പാവിൻ്റെ അച്ഛനും അമ്മയിട്ടോ, പാവങ്ങൾ ഇങ്ങനെ എന്താ പറയ്ക്ക് വിഷമം വരണോ, വിഷമം. അതെ, എനിക്ക് സത്യത എന്തായാലും കണ്ടപ്പോൾ പെട്ടെന്ന് വിഷമമായിട്ടോ. അച്ഛനമ്മ എന്ന് പറയുമ്പോൾ നമ്മളുടെ ഒരു തന്നെയാണല്ലേ. ഞാൻ എൻ്റെ മക്കളിനെ എൻ്റെത് കളഞ്ഞു നോക്കുന്നത് പോലെ നമുക്ക് അവർ അല്ലേ. ഇത് പെട്ടെന്ന് കണ്ടപ്പോൾ വിഷമമായി കേട്ടോ. ഇവിടെ നാളികേരം കഴിഞ്ഞിട്ട് കുങ്കുമം എടുത്തോ? അവിടെ കുങ്കുമം ഉണ്ടായിരുന്നില്ലേ, കുങ്കുമൊക്കെ ഹാൻഡിലൊക്കെ. കൊറേ ദിവസമായിട്ട് അവനൊന്ന് വൃത്തി. അപ്പോഴേക്കും ഇത് നാളികേരം കയറ്റിയില്ലേ, മണ്ണാക്കിയോ? ശംഭു അല്ലേ ആള്. അവനൊന്ന് കുളിപ്പിച്ച് വൃത്തിയാക്കിയാണ് കേട്ടോ. ഒന്ന് കാർ വാഷിന് കൊടുത്തു. എല്ലിച്ച എന്താണ്ടോ സുന്ദരനായിരുന്നു പാവം.
ഇല്ലച്ച ഈ മഴയും ചളിയത് കാരണം നമ്മളീ മുറ്റത്ത് കണ്ടു ഇവിടെ വെള്ളം നിക്കണ കാരണം അവിടെ നിന്ന് അങ്ങനെ ചളി ഇങ്ങനെ വരും കേട്ടോ. 5 ലിറ്ററിൽ കൂടുതൽ എണ്ണ ഉണ്ട് തോന്നുന്നു. അപ്പൊ ഫുൾ എണ്ണയാ. മമ്മിക്ക് അച്ഛൻ എന്തൊക്കെയോ ഇഷ്ടപ്പെട്ട സ്നാക്സ് ഒക്കെ തന്നിട്ടുണ്ട്. എന്റെ അച്ചുകുട്ടി കണ്ട സുന്ദരിയാണ് അവള് കണ്ട. അച്ഛന് കാണാൻ തോന്നണു അല്ലേ? അയ്യോ അച്ചുട്ടി സുന്ദരി കുട്ടിയായിട്ടുണ്ട്. അയ്യോ എനിക്ക് കൊണ്ടുവരായിരുന്നില്ല ഇങ്ങോട്ട്. അച്ഛൻ എന്ന് പറയണത് എന്റെ ബ്രദറിന്റെ കുട്ടിയായിട്ട് എന്റെ ആങ്ങളുടെ കുട്ടിയാണ്. ഞാൻ ഇനി എന്താ ഉള്ളു ബാക്കി ഇങ്ങനെ തേങ്ങാണ്ട് ഞാനും അവളും തമ്മിൽ ലബ്ബാ. എനിക്ക് എന്താ അറിയില്ല, ഞാനും അച്ഛൻ നല്ല കണക്ട്, ഞങ്ങൾ നല്ല കണക്ട് ആവും കേട്ടോ പെട്ടെന്ന്. വണ്ടിയുടെ ഉള്ളിൽ തുറക്കുമ്പോ ഒരു നല്ലൊരു സ്മെല്ല്. അത് ഇത് ചെയ്തിട്ടാണ് കുമ്പളങ്ങ. അതെന്താ ചാക്കിലെന്താ കെട്ടി വെച്ചണ്? അത് നാളികേരാണ്. അപ്പൊ ഇതെന്താ കെട്ടി വെച്ചണ്? ഇത് നാളികേരം. അതെന്താ കെട്ടി വെക്കേണ്ട ആവശ്യം എന്തായിരുന്നു? അതറിയില്ല, അത് അമ്മച്ചനെ പറഞ്ഞ് കെട്ടിയേക്കാം. പാവങ്ങൾ കേട്ടോ, എന്തൊക്കെയോ ചെയ്ത് എന്തൊക്കെയോ കൊടുത്തുവച്ചിട്ടുണ്ട്. ട്രൈപോഡ് എന്താ കൊണ്ടുകൊടുക്കാത്ത? ഒരു കാര്യം പറഞ്ഞ ചെയ്യാത്തതിന് ഞാൻ അങ്ങനെ ഇറക്കി വിടും. ഇഷ്ടപ്പെട്ടൊരു സംഭവം അങ്ങനെയാണ്. 12 മണിയാകുമ്പോഴേക്കും ഉറക്കം വരും. അപ്പൊ വേഗം കഴിച്ച് കുളിച്ച് കിടക്കട്ടെ. ശരി. അപ്പൊ നിധി വസ്ത്രയുടെ ഫൗണ്ടർ ഇരിക്കുന്നുണ്ടോ? ഞാൻ അങ്ങനെ വിളിക്കുക. ഞാൻ നോക്കണേ ഏത് വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ട്. നിധി വസ്ത്ര എന്നുള്ള പേരില് ഫൗണ്ടർ എന്നുള്ളടത്തേ നീതു കൃഷ്ണ എന്ന് കൊടുത്തിരിക്കുക. ഏതുവരെ എത്തിയണ നോക്ക്. അപ്പോൾ നമ്മളെ സാരീസിന് നല്ല റെസ്പോണ്ടാണ് വരണത്. എന്തായാലും താങ്ക് യു സോ മച്ച് കേട്ടോ അല്ലേ. അപ്പോൾ നമ്മൾ അടുത്തത് വേഗം ഇടുന്നതായിരിക്കും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ. എല്ലാവരും ഫോളോ ചെയ്ത് വെച്ചോളൂ കേട്ടോ. നിധി വസ്ത്ര, നീതു കൃഷ്ണ ഫൗണ്ടറായിട്ടുള്ള നിധി വസ്ത്ര. കഴിക്കേ വാ കിടക്ക. വാക്കുട്ടി ഇല്ലാണ്ടേ ഒരു വീട് ഉറങ്ങിയോണ്ടുണ്ട് കേട്ടോ. കണ്ടോ, ആരുമില്ല. ഇത്ര നേരം ഉണ്ണി വരുന്നവരെ മുണ്ടാതെ ഇവിടെ ഇരുന്നിട്ട് സുഖമില്ല. കുട്ടികള് വീട്ടിലില്ല. എന്ത് ജീവിതം ഇല്ല ഉണ്ണിമാ, കുട്ടികള് വീട്ടിലില്ല. എന്ത് സുഖമുള്ളത് അല്ലേ. ആ ചെറുത് ഒരാഴ്ച ഇരുന്നിട്ട് അത് അതിൻ്റെ കെട്ടിങ് ബാണ്ടൊക്കെ ഇട്ടെടുത്തിട്ട് അത് സ്ഥലം വിട്ടു. ഇനി അടുത്ത ഇന്നിപ്പോ ചൊവ്വല്ലേ, വെള്ളിയാഴ്ച വരും 2 ദിവസം കഴിഞ്ഞാ. അതാണ് കോമഡി. അതെന്റെ അച്ചുകുട്ടി എന്തൊക്കെയോ സ്നാക്സ് ഒക്കെ കൊടുത്തച്ചിട്ട് പറഞ്ഞു എന്താ നോക്കട്ടെ കേട്ടോ പോയിട്ട്. വെയിറ്റ് എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഫേസ് കണ്ടോ, തലവേദന വരണ്ടേ. ഇവള് രാവിലെ വന്നിട്ടില്ലേ, ചെവി വന്നിട്ടില്ലേ, പെട്ടെന്ന് അങ്ങോട്ട് പേടിപ്പിച്ചു. ഞാനും അങ്ങോട്ട് പേടിച്ചു. എന്നിട്ട് ഞാൻ കുറച്ച് ചീത്തയും പറഞ്ഞു. ഇന്ന് ഫുള്ള് എൻ്റെ നന്നല്ലാത്തൊരു ദിവസമായിരുന്നു കേട്ടോ. അന്ന് ഉണ്ണിക്ക് നല്ല രാശിയാണ്, നല്ലോത് കിട്ടിയിട്ടുണ്ട്. പിന്നെ രാവിലെ തൊട്ട് കുറച്ച് വേണ്ടാത്ത പണികളൊക്കെ ചെയ്തു. മുറ്റമൊക്കെ കഴുകി വിടലും ഒക്കെ ചെയ്തു. അപ്പോൾ തണുപ്പത്തിൽ നിന്നിട്ടാണെന്നറിയില്ല കാലൊക്കെ കടയാൻ തുടങ്ങിയിട്ടുണ്ട്. വേണ്ടച്ച എന്താ വെച്ചാൽ അതേ ചെയ്യുള്ളൂ. എനിക്കാണെന്ന് വെച്ചാൽ വീട് എവിടെയെങ്കിലും ക്ലീൻ അല്ലാതാവുമ്പോഴത്തേന് എനിക്കിങ്ങനെ ഒരു ടെൻഷൻ ആവാൻ തുടങ്ങും കേട്ടോ. അപ്പം നമുക്ക് അച്ചുകുട്ടി എന്തൊക്കെ കൊടുത്തച്ചണം നോക്കാം. അപ്പം ആ കുട്ടിയുടെ അടുത്ത് നല്ല അടി ഉണ്ടാക്കി കേട്ടോ, വഴക്കുണ്ടാക്കി. അതുകൊണ്ട് അത് പോയി കഴിഞ്ഞ് പിന്നെ വിഷമം വരും. എന്താ ചെയ്യുക, ഞാനും ആ കുട്ടി കണ്ട സ്റ്റണ്ടാ. അമ്മയും മക്കൾ അങ്ങനെയാണല്ലേ, സ്നേഹമുള്ള അടുത്തല്ലേ വഴക്കുണ്ടാവുള്ളൂ. കാരണം എന്താ വെച്ചാൽ ഞാൻ എന്തേലും പറഞ്ഞാൽ ആ കുട്ടി 2 എണ്ണം പറയും. അതെനിക്കിഷ്ടമല്ല. ആള് പറച്ചിന് നിർത്തിയതായിരുന്നു. പക്ഷെ ഇന്നലെ എന്താൾക്ക് പറ്റിയെന്ന് എനിക്കറിയില്ല. ഇല്ല ഉണ്ണി, അതെ ഞങ്ങളെ അത്ഭുതപ്പെട്ടു ആ കുട്ടി ഇങ്ങനെയൊക്കെ മാറി വെച്ചിട്ട്. പക്ഷെ കണ്ണു വെച്ചു. എൻ്റെ അച്ഛമോൾ എന്താ കൊടുത്തയച്ചെന്ന് നോക്കിയോട്ടെ. എൻ്റെ അച്ഛനിപ്പോൾ ഇതൊക്കെ കൊടുത്തയക്കാൻ തോന്നി. ആൻറ്റി അങ്ങനെ സ്നാക്സ് ഒന്നും കഴിക്കില്ലല്ലോ. ഇതെന്താ തുണ്ണി? എൻ്റെ അച്ചുകുട്ടി ഇതെനിക്ക് ഇഷ്ടമാണ് കേട്ടോ. അയ്യോ താങ്ക് യു അച്ചുമ്മ. ഇതില്ലേ എനിക്ക് ഞാൻ അവിടെ ചെന്നിട്ട് ഇങ്ങനെ കഴിക്കും. എനിക്ക് നല്ല ഇഷ്ടം. ഇതിനെന്താ പേരറിയോ? 6 നമ്പർ അങ്ങനെ എന്തോ. അതല്ല 6 നമ്പർ അല്ല, ഇതിനെന്തോ ഒരു പേരുണ്ട് കേട്ടോ. ഞാൻ കാണിച്ചാൽ നിങ്ങൾക്ക് അറിയണവർ പറയും ഇതിനെന്തോ ഒരു പേരുണ്ട്. അത് ചിലത് നമ്മുടെ മനസ്സിൽ കിടന്ന് കളിക്കും, കിട്ടില്ലല്ലോ. 6 നമ്പർ അല്ല. അയ്യോ ഉണ്ണിമ അതിനെന്തടി പേര്? ഇതുണ്ടെങ്കത്തെ ഒരു സാധന നല്ല ടേസ്റ്റാ. ഇതുണ്ടോ, ഇതെന്തോ ഒരു പേരുണ്ട്. ഞാൻ നാളെ എപ്പോഴും വീട്ടിൽ പറുത് കിട്ടിയില്ല. എനിക്കിപ്പോൾ ടെൻഷനടിച്ച് ഒരു വഴിയോ എനിക്കുണ്ട് കേട്ടോ. എനിക്കില്ലേ എന്തെങ്കിലും സാധനം മനസ്സിൽ വിചാരിച്ചിട്ട് ആ സാധനം അപ്പം അങ്ങോട്ട് കിട്ടിയില്ലേ കടന്നതാവും. ഇതിൻ്റെ പേരെന്താ അറിയോ? അച്ഛ ഉറങ്ങിയെന്നറിയില്ല. നമുക്ക് അച്ഛ കുട്ടീനെ വിളിക്കാം. എന്നാലും ഇതിൻ്റെ പേരെന്തായിരിക്കും?
എന്തിനാ ഉണ്ണിമ അതിന്റെ പേര്? എന്തതിന്റെ പേര്? ഏതാ ഈ സാധനത്തിന്റെ മമ്മിക്ക് ഇഷ്ടമുള്ള സാധനല്ലേ? അതെനിക്കറിയത്തില്ല. 6 നമ്പർ അല്ല, എന്തോ ഒരു പേരുണ്ടേ. ഊട്ടി പെറുക്കിയല്ല, കണ്ണെടുത്തില്ല. പിന്നെ എൻ്റെ അച്ചുട്ടിക്ക് ഫോണില്ല, ആൻറ്റിയുടെയാണ് ഫോണ്. ആൻറ്റി ഉറങ്ങിയിട്ടുണ്ടാവും. ആൻറ്റിക്ക് നാളെ ജോലിക്ക് പോകണം, അപ്പോൾ ഉറങ്ങിയിട്ടുണ്ടാവും. ഇനിയിപ്പോൾ ഉറക്കം പെട്ടെന്ന് ഫോൺ വിളിച്ച് ഉണർന്ന അതിതാണ്. അതുകൊണ്ട് നമ്മൾ ഇതിൻ്റെ പേര് കുർബാനി, അങ്ങനെ എന്തോ ഒരു പേരാണ്. കുർബാനി. നിങ്ങൾക്ക് അറിയാം വെച്ചാൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. എനിക്ക് അതാണെന്നാ തോന്നണത്. കുർബാനി അങ്ങനെ എന്തോ പറയും. പണ്ട് കഴിച്ച ഓർമ്മേ. ഇത് ഉണ്ണിക്കുള്ളതാണ്. കിറ്റ്കാറ്റ് എനിക്കുള്ളത്. പിന്നെ പഴം കേട്ടോ. ഞാനങ്ങനെ ബേക്കറി ഐറ്റംസ് ഒന്നും കഴിക്കില്ല. പക്ഷേ ഈ സാധനം എനിക്ക് നല്ല ഇഷ്ടമാണെന്ന് എൻ്റെ അച്ചുകുട്ടിക്ക് അറിയാം. അതുകൊണ്ട് അവൾ കൊടുത്തു വിട്ടതാ കേട്ടോ. അങ്ങനെ ഉണ്ണിമ കഴിക്ക് ഫുഡ്. ഇതെന്താ ഇങ്ങനത്തെ കളർ തന്നെ ഉണ്ണിമ? സ്റ്റോപ്പി. ഇത് എണ്ണാണോ അതോ ഇനിയിപ്പോൾ എന്തെങ്കിലും മിക്സ് ചെയ്തിട്ടുണ്ടോ ഇവര്? ഇത് എണ്ണാണോ? ഇതെന്താ ഇത്, ജ്യൂസോ? പക്ഷെ ഉള്ളിൽ നോക്കിയാൽ നല്ല വെളിച്ചെണ്ണ. നമ്മൾ ഇത് നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ കേട്ടോ. നമ്മളെ പറമ്പിലും പാടത്തൊക്കെ ഉണ്ടായ തെങ്ങുമെന്ന് നാളികേരം എടുത്തിട്ട് എൻ്റെ അച്ഛനും അമ്മയൊക്കെ പാവം കഷ്ടപ്പെട്ട് ഉണക്കി ആട്ടിയിട്ട് തരുന്നതാണ് മക്കൾക്ക്. പാവം. താങ്ക് യു എന്തായാലും ഉമ്മ. ഈ എണ്ണ അധികവും ഞാൻ ഉണ്ണിവാവയ്ക്ക് ഹെയർ ഓയിൽ ഉണ്ടാക്കാനായിട്ടോ ഉപയോഗിക്കുക. നമ്മൾ കുക്കിങ്ങിനും വെളിച്ചെണ്ണേനും ഉപയോഗിക്കുന്നത്. അത് നമ്മുടെ ഫാമിലിയിൽ നിന്ന് തന്നെ നല്ല ആട്ടിയ എണ്ണ കൊണ്ടും തരും കേട്ടോ. അപ്പം അതുകൊണ്ട് ഇപ്പം ഇതുണ്ടെച്ചാലും നമ്മൾ അടുത്തത് വാങ്ങിക്കും. പക്ഷെ അതല്ല അതിൻ്റെ കാര്യം. നമ്മളെ വീട്ടിൽ നിന്ന് കൊണ്ടുവരുമ്പോൾ അതൊരു രസം. ഇപ്പം ഇതുകൊണ്ട് ഇപ്പോൾ കുറേ നാളൊന്നും കഴിയാൻ പറ്റില്ല. ഞാൻ അധികം ഇത് ഹെയർ ഓയിൽ ഉണ്ടാക്കാൻ എടുക്കുക. അപ്പം ഞാൻ കുറച്ച് എണ്ണ എടുത്തിട്ട് ഹെയർ ഓയിൽ ഉണ്ടാക്കിയിട്ട് നല്ല ചില്ല് ബോട്ടിലാക്കി വയ്ക്കും. അപ്പോൾ ഉണ്ണിവാവയ്ക്ക് കുറേ നാളേക്ക് ആയിട്ടുണ്ട്. പിന്നെ ബാക്കിയാണ് ഞാൻ ഉണ്ടച്ചെടുക്കുള്ളൂ കേട്ടോ. എപ്പോഴും അങ്ങനെ തന്നെ കേട്ടോ. വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ട് ഹെയർ ഓയിൽ ഉണ്ടാക്കും. ഉണ്ണിമ വായ